നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരങ്ങൾ പൊടിപൊടിക്കുകയാണല്ലോ. ഇന്നിപ്പോൾ വമ്പൻ ടീമുകൾ ഇറങ്ങുന്ന ഒരു രാത്രിയാണ് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ രാത്രി സ്പെയിൻ ഇറങ്ങുന്നുണ്ട്, ഫ്രാൻസ് ഇറങ്ങുന്നുണ്ട്, ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്, പിന്നെ യൂറോപ്യൻ ടീമായിട്ടുള്ള സ്വീഡൻ ഇറങ്ങുന്നുണ്ട്, സെച്ചിയ അതായത് ചെക്ക് റിപ്പബ്ലിക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വമ്പൻ ടീമുകൾ ഇറങ്ങുന്ന ഒരു രാത്രിയാണ്. ശനിയാഴ്ചത്തെ പൂരം പിന്നെ പറയണ്ട, അത് നമുക്ക് പൊളിച്ചെടുക്കാനുള്ളൊരു പൂരമാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്കപ്പോൾ പറയാം. ഇപ്പോൾ ഇന്ന് സ്പെയിൻ ഇറങ്ങുന്നു. ഈ വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്ന രണ്ട് ടീമുകളാണല്ലോ സ്പെയിനും ഫ്രാൻസും. ഇന്ന് സ്പെയിൻ ഇറങ്ങുന്നത് രാത്രി ഇന്ത്യൻ സമയം 12:30 എതിരാളികൾ ഇറാഖാണ്. ഇറാഖ് നമുക്കറിയാം, വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ഏഷ്യൻ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. രാത്രി ഇന്ത്യൻ സമയം 12:30 സ്പെയിനും ഇറാഖും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും, അതായത് ആ കളി സ്റ്റാർട്ട് ചെയ്തൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഫ്രാൻസിൻ്റെ കളിയുടെ കിക്ക് ഓഫായി. എതിരാളികൾ ഐവറി കോസ്റ്റാണ്. ആഫ്രിക്കൻ ആനകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഐവറി കോസ്റ്റിനെതിരെ കിലിയൻ എംബാപ്പയും സംഘവും എങ്ങനെയുള്ള പ്രകടനം പുറത്തെടുക്കുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഒരു കിടിലൻ ടീമിനെ തന്നെ ഇറക്കാനാണ് കോച്ച് പ്ലാൻ ചെയ്യുന്നത് എന്ന് RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇന്ന് രാത്രി തന്നെ, പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 5:30 സെച്ചിയ ഗോട്ടിമാലയുമായിട്ട് സന്നാഹ മത്സരം കളിക്കുന്നു. 7:30 നാളെ രാവിലെ 7:30 ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ സെർബിയക്കെതിരെ, യൂറോപ്യൻ ടീമായിട്ടുള്ള സെർബിയക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നു. ചുരുക്കത്തിൽ വമ്പൻ ടീമുകൾ ഇറങ്ങുന്ന ഒരു രാത്രിയാണിന്ന്. രാത്രിയും നാളെ പുലർച്ചെയും, അവിടെ രാത്രി തന്നെയാണ്, നമുക്ക് നാളെ പുലർച്ചെയെന്നുള്ളൂ, ഒക്കെയാണ്. ഏതായാലും കാത്തിരിക്കാം എന്ത് തരത്തിലുള്ള പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ ഫ്രാൻസും സ്പെയിനും ഒക്കെ നടത്തിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി. ഇപ്പോൾ ഫ്രാൻസിൻ്റെയൊക്കെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ കനത്ത സെക്യൂരിറ്റിയാണ്. ഈവൻ പ്രൈവറ്റ് സെക്യൂരിറ്റി പേഴ്സണൽസിനെ വരെ വെച്ചിട്ടുണ്ട്. ട്രെയിനിങ്ങിൻ്റെ ഒരു ഗ്ലിംസ് പോലും പുറത്തു പോകരുതെന്നാണ് ദിദിയ ദഷാമിൻ്റെ തീരുമാനം തോന്നുന്നു. ഒരു ഐഡിയയും കിട്ടരുത് എതിരാളികൾക്ക്. അപ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടണമെങ്കിൽ ഈ ഫ്രണ്ട്ലി മാച്ച് നോക്കണം. കാത്തിരിക്കാം ഇന്ന് രാത്രിയിലെ കളികൾക്കായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.